കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ചെങ്ങന്നൂർ ഭാസ്കരക്കാരണവർ വധക്കേസ് ആരും അങ്ങനെ മറക്കാനിടയില്ല. ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിൻ എന്ന യുവതിയെയും പലരും ഓർക്കുന്നുണ്ടാകും. സുന്ദരിയായ ഷെറിൻ്റെ ജയിലിലെ ബന്ധങ്ങൾ, വഴിവിട്ട ഇടപാടുകളെല്ലാം ചർച്ചയായതാണ്. ഒടുവിൽ ഷെറിൻ നല്ല നടപ്പുകാരിയെന്നാണ് ജയിലധികൃതർ പറഞ്ഞത്. പിന്നാലെ ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള മന്ത്രിസഭാ ശുപാർശയും വന്നു. എന്നാൽ ജയിലിലെ നല്ല പുള്ളിയുടെ തനി സ്വഭാവം വീണ്ടും പുറത്തു വന്നിരിക്കുന്നു. സഹതടവുകാരിയെ മർദ്ദിച്ചതിന് കണ്ണൂർ ടൗൺ പോലീസ് യുവതിക്കെതിരെ കേസെടുത്തു. ഷെറിൻ്റെ ശിക്ഷായിളവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് പുതിയ കേസ്. കണ്ണൂർ വനിതാ ജയിലിൽ രാവിലെ 7:45 കുടിവെള്ളമെടുക്കാൻ പോകുമ്പോൾ നൈജീരിയൻ തടവുകാരിയായ ജൂലിയെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തിൽ ഷെറിൻ, സഹതടവുകാരി ഷബ്ന എന്നിവർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ശിക്ഷായിളവ് ചെയ്ത് ഷെറിനെ വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച് ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്തത് വിവാദമായിരുന്നു. ജയിലിൽ നല്ല നടപ്പുകാരിയെന്നാണ് ജയിൽ സൂപ്രണ്ട് ഷെറിന് അനുകൂലമായി റിപ്പോർട്ട് നൽകിയത്. ആ ഷെറിനാണ് ഇപ്പോൾ സഹതടവുകാരിയെ മർദ്ദിച്ചത്. ഷെറിനെ മുമ്പ് 2 ജയിലുകളിൽ നിന്ന് മാറ്റിയതും ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നായിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ പരാതിയെ തുടർന്ന് ആദ്യം വിയ്യൂരിലേക്ക് മാറ്റി. ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിന് ജയിൽ ജീവനക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായി. തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചത്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാകാലാവധിയായി കണക്കാക്കും. അതനുസരിച്ച് 2009 നവംബറിൽ റിമാൻഡിലായ ഷെറിൻ 2023 നവംബറിൽ 14 വർഷം തികച്ചു. പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ചത്. 14 വർഷം ജയിലിൽ കഴിഞ്ഞ ജീവപര്യന്തം തടവുകാരുടെ എല്ലാം മോചനാപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുമ്പിൽ വരാറുണ്ടെങ്കിലും ആദ്യ അപേക്ഷ അംഗീകരിക്കുന്ന കീഴ്വഴക്കമില്ല. തുടർന്ന് മന്ത്രിസഭാ യോഗവും ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ശുപാർശ ചെയ്തിരുന്നു. ആ ശുപാർശ ഇപ്പോൾ ഗവർണറുടെ മുമ്പിലാണ്. ന്യൂസ് 18 കണ്ണൂർ.